ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിഷി. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ഗുരുവായൂർ ഏകാദശി വിളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ മമ്മിയൂർ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. ഇതാട്ടോ മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. അവിടെ എത്തി. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ട്യൂഷന് പോയി. ട്യൂഷനും കഴിഞ്ഞ് ഒരു 6:15 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടായി. ഈ രാത്രി നേരത്തെ അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടാ. ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒരു വേറൊരു ഫീലാണ്. അപ്പോൾ ഞാനും മക്കളും കൂടെ വണ്ടി പാർക്കിങ്ങൊക്കെ ഫുള്ളാണ്. ഒന്നാമതൊന്ന് തൃപ്രയാർ ഏകാദശിയായിരുന്നു. പിന്നെ ശബരിമല സീസണും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പാർക്കിങ്ങിലൊന്നും സ്ഥലമില്ല. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ കുട്ടികളായിട്ടാണ്ട് നടന്നു. ഗുരുവായൂർ അമ്പലത്തിൻ്റെ കവാടെത്തി. ഇതൊക്കെ ഗുരുവായൂരത്തെ ഓരോ എന്താ പറയുക, നമുക്ക് മനസ്സിൽ അത് കാണുമ്പോൾ മനസ്സിലൊരു പോസിറ്റീവ് ഒരു ഫീൽ തോന്നുന്ന സംഭവങ്ങളാട്ടോ അതൊക്കെ. പിന്നെ അപ്പുറത്തുള്ള ഷോപ്പുകൾ. അപ്പോൾ ഗുരുവായൂർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുവിധം അമ്പലങ്ങളിലൊക്കെ അപ്പുറത്തും കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും വലിയ വലിയ അമ്പലങ്ങളിൽ. പക്ഷേ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രൗഡായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ഗുരുവായൂർ ജനിച്ചു. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ പോകാൻ പറ്റുന്നുണ്ട്, തൊഴാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പറ്റും. ഇത്രയും ലോങ്ങിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴേ നമുക്കിവിടെ അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഈവനിങ്ങിൽ വരും. ചിലപ്പോൾ രാവിലെ കുട്ടികളായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ ഏകാദശിയുടെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും വിളക്കൊക്കെ തുടങ്ങിയോണ്ട് ആ ഒരു ഏകാദശിയുടെ അന്നോ തലേദിവസമൊന്നും ഈ വഴിക്ക് അടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ വന്ന് ഇവിടെയൊക്കെ നടന്ന് കണ്ടു. അപ്പോൾ ആ സമയത്ത് മേൽപ്പത്തൂരെന്തോ വിദ്യാധര മാഷ ആദ്യിക്കുന്ന ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കേശവൻ, ഗുരുവായൂർ കേശവൻ, അപ്പുറത്ത് മരപ്രഭു. നമ്മൾ ഗുരുവായൂരത്തെ ആ ഒരു അമ്പലത്തിന് ചുറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. ഓരോ ഷോപ്പുകളിൽ കയറി കുട്ടികൾ ഓരോ കളി സാധനങ്ങളുടെയൊക്കെ വില ചോദിക്കുന്നുണ്ട്. തൽക്കാലം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരവരുടേതായ ഇഷ്ടത്തിന് അവർ നടക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഇപ്പോൾ തെക്കേ നടയിൽ പോയിട്ടാട്ടോ നമ്മൾ മരപ്രഭുവിനും കേശവനെയൊക്കെ കണ്ട്. ഇനി അവിടെ നിന്ന് നേരെ ഞങ്ങൾ പടിഞ്ഞാറേ നടയിലേക്ക് പോയി. ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. ഈവനിങ് സമയത്ത് നല്ല പാൽപ്പായസം കിട്ടും. പകൽ കിട്ടുന്നതിനേക്കാളും നല്ല പാൽപ്പായസം ഈവനിങ്ങിലൊക്കെ കിട്ടുമെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞങ്ങളാണെങ്കിൽ കയ്യിൽ പൈസ എടുത്തില്ല, ATM കാർഡും വെച്ചില്ല. പക്ഷെ നമുക്ക് കുറച്ച് പായസത്തിനൊന്നും അവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ. നമ്മൾ കുറേ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പായസം മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കാൻ മോള്. ഞാനാണെങ്കിൽ കാർഡ് കൊടുത്തില്ല. അപ്പം ഞങ്ങളവിടെ നടന്ന് കണ്ണൻ്റെ ഓരോരോ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ കുറേ കുഞ്ഞി കണ്ണന്മാരെ കണ്ടോ. അതൊക്കെ കണ്ടതിൽ ദശാവതാരങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് കുറച്ച് കുഞ്ഞ കണ്ണക്കുട്ടികളെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണിത്. അവിടുന്ന് ഞങ്ങൾ നേരെ പടിഞ്ഞാറ് നടക്കിൽ പോയി. അവിടെ അറ്റം വരെ ഓരോ ഷോപ്പുകളിൽ ഇങ്ങനെ എല്ലാ ഷോപ്പിലും കൃഷ്ണ വിഗ്രഹങ്ങളുണ്ടായിരിക്കും. കൃഷ്ണ വിഗ്രഹങ്ങളിങ്ങനെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് കാണാൻ നല്ല രസമാണ്. അതാ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലോ. അപ്പോൾ അങ്ങനെ കൃഷ്ണന്മാരും എന്താ പറയുക, ആ സമയത്ത് ആ ഒരു ഇതൊക്കെ ആയിട്ട് ഞങ്ങളതൊക്കെ കണ്ട് നേരെ കിഴക്കേ നടക്കിലേക്ക് തന്നെ വന്നു. അവിടെ വിദ്യാധര മാഷ ആദരിക്കലും ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ തുടക്കമൊക്കെ തോന്നുന്നു. അവിടെ അതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ മിനിസ്റ്ററും ബിന്ദു വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്നാളെ ദിവസം പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ കേട്ടോ. എനിക്കത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിലത് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടക്കിലെത്തിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കുറച്ച് ഷോപ്പുകളുണ്ട്. അവിടെ അങ്ങനെ കണ്ണൻ്റെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഞാൻ 1-2 വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. കാരണം എനിക്കത് കാണുമ്പോൾ ഭയങ്കര മനസ്സമാധാനമാണ്. അപ്പോൾ ഈ നമ്മൾ ആ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ട നല്ല നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഗുരുവായൂരുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഗുരുവായൂർ വല്ലപ്പോഴും വന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിതൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇനി വരുമ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കൂട്ടോ. നമ്മളത് വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ നടന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി. പാൽപ്പായസം മേടിക്കേണ്ട ആ ഒരു ഇത് ശരിക്കും ഫ്ലോപ്പായിപ്പോയി. ആ ഒരു നമ്മൾ അത്ര ആലോചിച്ചില്ല അതുണ്ടായത്. അത് ഇനിയും പോവാലോ. ഞങ്ങൾക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്നൊരു 10 കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂർക്ക്. അത്രേ ഉള്ളൂ, പെട്ടെന്ന് എത്തും.
അപ്പോൾ നമുക്കിവിടെ അടുത്തുണ്ടല്ലോ എപ്പോഴും പോകാമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് അവിടുന്ന് ചുറ്റിക്കറങ്ങി അവരിങ്ങനെ രണ്ടുപേരും തല്ലോടുന്നുണ്ട്, അതിൻ്റെ ഒപ്പം നടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ടിങ്ങനെ ഈ ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷനുള്ള ഷോപ്പാണത്. ഇവിടെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളാണ് ഞാൻ നോക്കി നിൽക്കാറുണ്ട്. ഇതുവരെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി അവിടെ നിന്ന്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും വണ്ടി എടുത്തിട്ട് ഞാൻ ശരിക്കും പറയാം വണ്ടി ഓടിക്കായിരുന്നില്ല. തുഴഞ്ഞിട്ടാണ് ഞാൻ മഞ്ഞളാൽ വരെ എത്തിയത്. അവിടെ നിന്ന് എത്തി തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ തട്ടുകടയിൽ കയറിയിട്ട് കൊത്തു പൊറാട്ടയും ബീഫും കഴിച്ചു കൂട്ടാം. ഞാൻ 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ 2 വേണ്ടി വരില്ല, നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് മതിയാവും എന്ന് പറഞ്ഞു. ആ ഒരു പ്ലേറ്റ് തന്നെ മേടിച്ച് കണ്ട ക്ഷീണിച്ചിട്ട് അയ്യോ. അങ്ങനത്തെ കഴിച്ച് ഞങ്ങൾ വേഗം വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.